ഇതുപോലെ മനോഹരമായൊരു ദിവസം ഒരു കപ്പ് കാപ്പിയുമായി പൂന്തോട്ടത്തിൽ ഇരിക്കുന്നതിനേക്കാൾ സന്തോഷവും ഉന്മേഷവും തരുന്ന വേറെ എന്തുണ്ട്? മൂളിപ്പറക്കുന്ന തേനീച്ചകളെയും പാറിപ്പറക്കുന്ന വണ്ടുകളെയും പൂവിൽ മുത്തമിട്ട് പറക്കുന്ന പൂമ്പാറ്റകളെയും കണ്ടുകൊണ്ടുള്ള ഈ പ്രഭാതം എത്ര മനോഹരമാണ്. സമ്മർദ്ദം നിറഞ്ഞ ജോലി സാഹചര്യങ്ങളിലും തിരക്ക് നിറഞ്ഞ ജീവിതത്തിലും മനസ്സിന് ആശ്വാസവും പുത്തനുണർവും നിറയ്ക്കുവാൻ പൂന്തോട്ടത്തിനൊരു പ്രത്യേക ശക്തിയുണ്ട്. അതുകൊണ്ടാണ് എത്ര കുറഞ്ഞ സൗകര്യങ്ങളിലും ഒരു പൂച്ചട്ടിയെങ്കിലും പരിപാലിക്കുവാൻ നാം ശ്രമിക്കുന്നത്. കുറഞ്ഞ ചിലവിൽ പൂന്തോട്ടമോ പച്ചക്കറിത്തോട്ടമോ പരിപാലിക്കുന്നത് എങ്ങനെയെന്ന് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരൂ. അയർലൻഡിലെ വെജിറ്റബിൾ ഗ്രോയിങ് സീസൺ പകുതിയിലേറെയായി. തുടക്കത്തിലെ പല വിത്ത് പാകലുകളും എനിക്ക് നിങ്ങളെ കാണിക്കുവാൻ സാധിച്ചില്ല. എങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് അവസരമുണ്ട്. ഇന്ന് നമുക്ക് സുക്കിനി എന്ന കുക്കുംബറിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട സസ്യത്തെപ്പറ്റിയും അതിൻ്റെ പരിപാലനത്തെപ്പറ്റിയും അറിയാം. സുക്കിനിയെ ബൊട്ടാണിക്കലി ഒരു ഫ്രൂട്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എങ്കിലും ഒരു വെജിറ്റബിളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂപ്പെത്തുന്നതിന് മുൻപ് പുറംതൊലി കട്ടിയാകാത്ത പരുവത്തിലാണ് വിളവെടുക്കേണ്ടത്. ചെറുമധുരത്തോടു കൂടിയ മൈൽഡ് ഫ്ലേവറുള്ള സുക്കിനി തേങ്ങ അരച്ച് ചാറ് വെക്കുന്നതിനും തേങ്ങ ചിരവിയിട്ട് തോരൻ വയ്ക്കുന്നതിനും നല്ലതാണ്. തുറന്നു വെച്ച് വെള്ളമൊഴിക്കാതെ കുക്ക് ചെയ്യുക. സ്ലൈസ് ചെയ്ത് ഗ്രിൽ ചെയ്യുന്നതിനും മെഴുക്കുപുരട്ടി, പാസ്ത, ടാക്കോസ്, സാലഡ്സ് എന്നിവയ്ക്കും നല്ലതാണ്. വിത്തിട്ട് 30 ദിവസം കഴിയുമ്പോൾ ആദ്യ വിളവ് കിട്ടുന്ന ഈ സസ്യം വളരെ പെട്ടെന്ന് വളരുകയും വലിയ വിളവ് തരികയും ചെയ്യുന്നു. ഇപ്പോൾ വിളവെടുക്കുന്ന ചെടികൾ വീടിനകത്ത് പാകി കിളിർപ്പിച്ച് വെയിൽ കിട്ടുന്ന വിൻഡോയിൽ വളർത്തിയതാണ്. രാത്രിയിലെ ഫ്രോസ്റ്റിനുള്ള സാധ്യത കുറഞ്ഞപ്പോൾ പുറത്തേക്ക് മാറ്റി നട്ടു. വിത്ത് പാകുവാൻ ചെറിയ ചെടിച്ചട്ടിയിൽ കമ്പോസ്റ്റ് നിറച്ച് ചെറുതായി അമർത്തി ഉറപ്പിക്കുക. ഒരു ചട്ടിയിൽ 3 വിത്താണ് ഞാൻ പാകുന്നത്. 1 മുതൽ 1.5 സെൻറ്റിമീറ്റർ താഴ്ചയ്ക്കുള്ളിൽ നടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിത്തുകൾ ചെരിച്ച് നട്ടാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യത കുറയും. ശേഷം ഒരു മിസ്റ്റ് സ്പ്രെയർ ഉപയോഗിച്ച് നന്നായി നനച്ച് കിളിർക്കുവാനായി മാറ്റിവെക്കുക. ഈർപ്പം നിലനിർത്തുവാൻ ഇടയ്ക്ക് നനച്ചു കൊടുക്കുവാൻ മറക്കരുത്. സാധാരണയായി ഒരാഴ്ച കൊണ്ട് കിളിർത്ത് 2 ഇലകൾ വരും. ഇതിനുശേഷം വരുന്ന ഇലകളാണ് ട്രൂ ലീവ്സ്. അവ വന്നതിന് ശേഷം ഏതെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസർ നന്നായി നേർപ്പിച്ച് ചെടികൾക്ക് കൊടുക്കുക. 4 ഇലകൾ വന്നതിന് ശേഷം മാറ്റി നടുകയാണെങ്കിൽ സ്ലഗിൻ്റെ ആക്രമണത്തിൽ നശിച്ചു പോകാനുള്ള സാധ്യത കുറയും. നട്ടതിന് ശേഷം എല്ലാ ആഴ്ചയിലും ലിക്വിഡ് ഫെർട്ടിലൈസർ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയും മഴയില്ലാത്ത സാഹചര്യത്തിൽ ഈർപ്പം നിലനിർത്തുവാൻ നനച്ചു കൊടുക്കുകയും ചെയ്യുക. രാത്രിയിൽ നനച്ചാൽ സ്ലഗിൻ്റെ ആക്രമണം കൂടുമെന്നതിനാൽ രാവിലെ നനയ്ക്കാൻ ശ്രദ്ധിക്കുക. വുഡ് ബാർക്കോ വെട്ടിമാറ്റിയ പുല്ല് ഉണങ്ങിയതോ ഉപയോഗിച്ച് റേസ് ബെഡ് കവർ ചെയ്താൽ ഈർപ്പനഷ്ടം കുറയ്ക്കാം. ഇലകളിൽ മുഴുവനായി മൂടുന്ന വെളുത്ത പൊടി പോലുള്ള പൗഡറി മിൽഡ്യൂവും തണ്ട് തുരക്കുന്ന വണ്ടുമാണ് സുക്കിനിയുടെ പ്രധാന ശത്രുക്കൾ. വണ്ടിനെ പ്രതിരോധിക്കുവാൻ ചെടിയുടെ തണ്ട് ചുവട് ചേർത്ത് ഇതുപോലെ പൊതിയാറുണ്ട്. അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. കമ്പാനിയൻ പ്ലാന്റ്സ് ആയ വെളുത്തുള്ളി പോലുള്ള മറ്റു ചെടികൾ വണ്ടിൻ്റെ ആക്രമണം കുറയ്ക്കാൻ സഹായിക്കും. പൗഡറി മിൽഡ്യൂവിനെ പ്രതിരോധിക്കുവാൻ 50 ml പശുവിൻ പാലിൽ 1/2 ലിറ്റർ വെള്ളം ചേർത്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കേടുവന്നതും പഴുത്തതുമായ ഇലകൾ മുറിച്ചു മാറ്റുക. എല്ലാവർക്കും ഒരു വലിയ വിളവെടുപ്പ് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.